നമസ്തേ. കാത്തിരിപ്പിന് വിരാമം. ഇന്ത്യയുടെ സ്വപ്ന ബുള്ളറ്റ് ട്രെയിൻ 2027 പാഞ്ഞെത്തും. മണിക്കൂറിൽ 320 കിലോമീറ്റർ വേഗത്തിൽ പുതിയ ഇന്ത്യയുടെ കുതിപ്പ്. ഇന്ത്യൻ റെയിൽവേയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സാങ്കേതിക വിപ്ലവങ്ങളിലൊന്നായ മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുകയാണ്. വർഷങ്ങളായി രാജ്യം കാത്തിരുന്ന അതിവേഗ റെയിൽ പദ്ധതി ഇനി നിർണായക ഘട്ടത്തിലെത്തി. കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചതിനനുസരിച്ച് പദ്ധതിയുടെ ആദ്യഘട്ടമായ സൂററ്റ് ബിലിമോറ സെക്ഷൻ 2027 പൊതുജനങ്ങൾക്ക് സമർപ്പിക്കും. ഇന്ത്യയുടെ ഗതാഗത രംഗത്തെ പുതിയ യുഗത്തിന് തുടക്കമാകുന്ന ഈ പദ്ധതി വെറും ഒരു ട്രെയിൻ സർവീസ് മാത്രമല്ല, അതിവേഗ സാങ്കേതിക വിദ്യ, ആധുനിക എഞ്ചിനീയറിംഗ്, സുരക്ഷാ, സാമ്പത്തിക വളർച്ച, തൊഴിലവസരങ്ങൾ, നഗരവികസനം എന്നിവയെല്ലാം ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ദേശീയ അടിസ്ഥാന സൗകര്യ പദ്ധതിയാണ് ഇത്. ഇന്ത്യയുടെ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ. ഇന്ത്യയിൽ ആദ്യമായി ജാപ്പനീസ് ഷിങ്കാൻസെൻ സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് ഈ അതിവേഗ റെയിൽ പദ്ധതി നടപ്പാക്കുന്നത്. ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ ഹൈസ്പീഡ് റെയിൽ സംവിധാനങ്ങളിലൊന്നായ ഷിങ്കാൻസെൻ പതിറ്റാണ്ടുകളായി അപകടരഹിത സർവീസിനാണ് പ്രശസ്തം. 508 കിലോമീറ്റർ ദൈർഘ്യമുള്ള മുംബൈ അഹമ്മദാബാദ് ഹൈസ്പീഡ് റെയിൽ ഇടനാഴിയിൽ ആകെ 12 സ്റ്റേഷനുകളാണ് ഉണ്ടായിരിക്കുക. അവയാണ് മുംബൈ, താനെ, വിരാർ, ബോയ്സർ, വാപി, ബിലിമോറ, സൂറത്ത്, ഭരൂച്ച്, വഡോദര, ആനന്ദ്, അഹമ്മദാബാദ്, സബർമതി. ആദ്യഘട്ടം എന്തുകൊണ്ട് പ്രധാനമാണ്? 2027 ഉദ്ഘാടനം ചെയ്യാനിരിക്കുന്ന സൂററ്റ് ബിലിമോറ സെക്ഷൻ ഇന്ത്യയുടെ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ സർവീസിന്റെ തുടക്കമാകും. ഇതിനുശേഷം ഘട്ടം ഘട്ടമായി വാപി സൂറത്ത്, വാപി അഹമ്മദാബാദ്, അഹമ്മദാബാദ് താനെ, താനെ മുംബൈ എന്നിവയും പ്രവർത്തനക്ഷമമാക്കാനാണ് പദ്ധതി. ഇത്തരത്തിൽ ഘട്ടം ഘട്ടമായി സർവീസ് ആരംഭിക്കുന്നത് നിർമ്മാണം പൂർത്തിയാകുന്ന ഭാഗങ്ങൾ ഉടൻ ജനങ്ങൾക്ക് എന്നതാണ് പ്രധാന നേട്ടം. 80% നിർമ്മാണം പൂർത്തിയായി. റെയിൽവേ മന്ത്രി വ്യക്തമാക്കിയതുപോലെ പദ്ധതിയുടെ ഏകദേശം 80% നിർമ്മാണ പ്രവർത്തനങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ഇതിനകം പൂർത്തിയായിട്ടുള്ള പ്രധാന ജോലികൾ ആയിരക്കണക്കിന് പൈലിംഗ് പ്രവർത്തനങ്ങൾ, 100 കണക്കിന് കിലോമീറ്റർ വയഡക്ട്, നിരവധി നദീപാലങ്ങൾ, സ്റ്റേഷൻ കെട്ടിടങ്ങളുടെ നിർമ്മാണം, ട്രാക്ക് ബെഡ് നിർമ്മാണം, വൈദ്യുത സംവിധാനങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ. ഗുജറാത്ത് ഭാഗത്തെ നിർമ്മാണമാണ് ഏറ്റവും വേഗത്തിൽ പുരോഗമിക്കുന്നത്. മണിക്കൂറിൽ 320 കിലോമീറ്റർ. ബുള്ളറ്റ് ട്രെയിനുകളുടെ പരമാവധി ഡിസൈൻ വേഗം 380 കിലോമീറ്റർ മണിക്കൂർ വരെയാണ്. എന്നാൽ യാത്രക്കാരുടെ സർവീസ് വേഗം ഏകദേശം 320 കിലോമീറ്റർ പെർ മണിക്കൂർ ആയിരിക്കും. ഇത് ഇന്ത്യയിൽ ഇതുവരെ സർവീസ് നടത്തിയിട്ടുള്ള ഒരു ട്രെയിനിന്റെയും വേഗതയേക്കാൾ വളരെ കൂടുതലാണ്. താരതമ്യം ചെയ്യുകയാണെങ്കിൽ വന്ദേ ഭാരത് ഏകദേശം 160 കിലോമീറ്റർ പെർ മണിക്കൂറാണ്. രാജധാനി 130 മുതൽ 140 കിലോമീറ്റർ വരെ. ബുള്ളറ്റ് ട്രെയിൻ ആണെങ്കിൽ 320 കിലോമീറ്റർ പെർ മണിക്കൂർ. അതിനാൽ യാത്രാസമയം പകുതിയിലും താഴെയാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യാത്രാസമയം 2 മണിക്കൂറിൽ താഴെ. ഇപ്പോൾ മുംബൈയിൽ നിന്ന് അഹമ്മദാബാദിലേക്ക് ട്രെയിനിൽ എത്താൻ സാധാരണയായിട്ട് 6 മുതൽ 8 മണിക്കൂർ വരെ യാത്രാ സമയം വേണ്ടി വരുന്നു. എന്നാൽ ബുള്ളറ്റ് ട്രെയിൻ പൂർണ്ണമായും പ്രവർത്തനം ആരംഭിച്ചാൽ അതേ ദൂരം ഏകദേശം 1 മണിക്കൂർ 58 മിനിറ്റിൽ പിന്നിടാൻ സാധിക്കും. ഇത് വ്യവസായം, വ്യാപാരം, ടൂറിസം, IT സേവന മേഖലകൾ എന്നിവയ്ക്ക് വലിയ ഉത്തേജനമാകും. അത്യാധുനിക സുരക്ഷ. ബുള്ളറ്റ് ട്രെയിനിൽ ഉൾപ്പെടുത്തുന്ന സുരക്ഷാ സംവിധാനങ്ങൾ ലോകോത്തര നിലവാരത്തിലുള്ളതായിരിക്കും. അവയിൽ പ്രധാനപ്പെട്ടവ ഓട്ടോമാറ്റിക് ട്രെയിൻ കൺട്രോൾ, ഡ്രൈവർ പിഴവുകൾ കുറയ്ക്കുന്ന സുരക്ഷാ സംവിധാനം, ഭൂചലന മുന്നറിയിപ്പ് സംവിധാനം, പൂർണ്ണമായും വേർതിരിച്ച ട്രാക്കുകൾ, അനധികൃത പ്രവേശനം തടയുന്ന സുരക്ഷാ വേലികൾ, അത്യാധുനിക സിഗ്നൽ സംവിധാനം. ഇതിലൂടെ അപകട സാധ്യത ഗണ്യമായി കുറയുമെന്ന് അധികൃതർ പറയുന്നു. ലോകോത്തര സ്റ്റേഷനുകൾ. ഈ പദ്ധതിയിലെ സ്റ്റേഷനുകൾ വെറും റെയിൽവേ സ്റ്റേഷനുകളല്ല, വിമാനത്താവളങ്ങൾക്ക് സമാനമായിട്ടുള്ള സൗകര്യങ്ങളായിരിക്കും അവയിൽ ലഭിക്കുക. എസ്കലേറ്റർ, ഹൈസ്പീഡ് ലിഫ്റ്റുകൾ, ഡിജിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം, വിശാലമായ കാത്തിരിപ്പ് ഹാളുകൾ, ആധുനിക സുരക്ഷാ പരിശോധന, ഭിന്നശേഷിക്കാർക്ക് സൗഹൃദ സൗകര്യങ്ങൾ, മികച്ച പാർക്കിംഗ് എന്നിവയും ഒരുക്കും. ഇന്ത്യക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ്? ഈ പദ്ധതി പൂർത്തിയാകുന്നതോടെ നിരവധി മേഖലകളിൽ വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കപ്പെടുന്നു. സാമ്പത്തിക വളർച്ച, വേഗത്തിലുള്ള യാത്രാ വ്യാപാര ബന്ധങ്ങൾ ശക്തമാകും. തൊഴിലവസരങ്ങൾ. നിർമ്മാണ ഘട്ടത്തിലും പ്രവർത്തന ഘട്ടത്തിലും ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. സാങ്കേതികവിദ്യ. ജപ്പാനിൽ നിന്ന് ഹൈസ്പീഡ് റെയിൽ സാങ്കേതികവിദ്യ ഇന്ത്യയിലേക്ക് കൈമാറപ്പെടുന്നു. വ്യവസായ വികസനം. പുതിയ നഗരങ്ങളും വ്യവസായ ഇടനാഴികളും വികസിക്കാനുള്ള സാധ്യത വർദ്ധിക്കും. പരിസ്ഥിതി. വിമാനത്തെയും റോഡ് ഗതാഗതത്തെയും അപേക്ഷിച്ച് കാർബൺ പുറന്തള്ളൽ കുറയ്ക്കാൻ ഹൈസ്പീഡ് റെയിൽ സഹായകരമാകും. ചെലവും വെല്ലുവിളികളും. പദ്ധതിയുടെ മൊത്തം ചെലവെന്ന് പറയുന്നത് ഏകദേശം 1.08 ലക്ഷം കോടി രൂപയാണ്.
ഭൂമി ഏറ്റെടുക്കൽ, പരിസ്ഥിതി അനുമതികൾ, സാങ്കേതിക നിർമ്മാണ വെല്ലുവിളികൾ എന്നിവ കാരണം ചില ഘട്ടങ്ങളിൽ പദ്ധതി വൈകിയിരുന്നു. എന്നാൽ നിലവിൽ നിർമ്മാണം വേഗത്തിലാണെന്നും നിശ്ചയിച്ച സമയപരിധിക്കുള്ളിൽ പദ്ധതി പൂർത്തിയാക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് കേന്ദ്ര സർക്കാർ പ്രകടിപ്പിക്കുന്നത്. ഭാവിയിൽ കൂടുതൽ ബുള്ളറ്റ് ട്രെയിനുകൾ. മുംബൈ അഹമ്മദാബാദ് പദ്ധതി വിജയകരമായാൽ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലും ഹൈസ്പീഡ് റെയിൽ ഇടനാഴികൾ യാഥാർത്ഥ്യമാകാൻ സാധ്യതയുണ്ട്. പരിഗണനയിലുള്ള ചില റൂട്ടുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഡൽഹി വാരണാസി, ഡൽഹി അഹമ്മദാബാദ്, മുംബൈ നാഗ്പൂർ, ചെന്നൈ ബംഗളൂരു, മൈസൂരു, ഹൈദരാബാദ് ബംഗളൂരു എന്നിവയാണ്. ഒരു കാലത്ത് ജപ്പാനിലും ചൈനയിലും യൂറോപ്പിലും മാത്രം കണ്ടിരുന്ന ബുള്ളറ്റ് ട്രെയിൻ ഇനി ഇന്ത്യയിലും യാഥാർത്ഥ്യമാകുകയാണ്. 2027 സൂററ്റ് മുതൽ ബിലിമോറ വരെ ആദ്യ സർവീസ് ആരംഭിക്കുന്നതോടെ ഇന്ത്യൻ റെയിൽവേ ചരിത്രത്തിലെ പുതിയ അധ്യായം തുറക്കും. മണിക്കൂറിൽ 320 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഈ അതിവേഗ ട്രെയിൻ യാത്രാസമയം കുറയ്ക്കുക മാത്രമല്ല, രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്കും സാങ്കേതിക പുരോഗതിക്കും അടിസ്ഥാന സൗകര്യ വികസനത്തിനും പുതിയ ദിശ നൽകുന്ന പദ്ധതിയായി മാറും. ഇന്ത്യയുടെ ഗതാഗത രംഗം ഇനി ഒരു പുതിയ യുഗത്തിലേക്ക് പ്രവേശിക്കാനൊരുങ്ങുകയാണ്. മോദി സർക്കാരിന്റെ കാലത്ത് ഇന്ത്യൻ റെയിൽവേയുടെ കുതിപ്പ് അത് പറയേണ്ടത് തന്നെയാണ്. പാളങ്ങളിലുള്ള വികസന വിപ്ലവം കൂടി നമുക്ക് ചർച്ച ചെയ്യാം. ഇന്ത്യയുടെ വികസന യാത്രയിൽ ഏറ്റവും വലിയ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള മേഖലകളിലൊന്നാണ് ഇന്ത്യൻ റെയിൽവേ. കോടിക്കണക്കിന് ജനങ്ങളുടെ ദൈനംദിന യാത്രയും രാജ്യത്തിന്റെ ചരക്ക് ഗതാഗതവും താങ്ങി നിർത്തുന്ന റെയിൽവേ സംവിധാനത്തെ കഴിഞ്ഞ ഒരു ദശാബ്ദത്തിനിടെ വേഗത്തിലും സാങ്കേതിക വിദ്യയിലും സുരക്ഷയിലും അടിസ്ഥാന സൗകര്യ വികസനത്തിലും പുതിയ തലത്തിലേക്ക് ഉയർത്താനുള്ള ശ്രമങ്ങളാണ് നടന്നത്. റെയിൽവേക്ക് ലഭിച്ച റെക്കോർഡ് നിക്ഷേപം. മുമ്പ് വർഷങ്ങളോളം മന്ദഗതിയിൽ മുന്നേറിയിരുന്ന റെയിൽവേ വികസന പദ്ധതികൾക്ക് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി വലിയ സാമ്പത്തിക പിന്തുണ ലഭിച്ചു. പുതിയ പാതകൾ, ഇരട്ടപ്പാതകൾ, വൈദ്യുതീകരണം, പാലങ്ങൾ, സ്റ്റേഷനുകൾ, ചരക്ക് ഇടനാഴികൾ എന്നിവയിൽ വൻ നിക്ഷേപമാണ് നടത്തിയത്. ഇതിലൂടെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ വേഗതയും ഗണ്യമായി വർദ്ധിച്ചു. സമ്പൂർണ്ണ വൈദ്യുതീകരണത്തിലേക്ക് ഇന്ത്യൻ റെയിൽവേയുടെ വലിയ നേട്ടങ്ങളിലൊന്നാണ് ബ്രോഡ് ഗേജ് പാതകളുടെ വ്യാപകമായ വൈദ്യുതീകരണം. ഡീസൽ എഞ്ചിനുകളെ ആശ്രയിച്ചിരുന്ന നിരവധി റൂട്ടുകൾ ഇപ്പോൾ വൈദ്യുതിയിലേക്ക് മാറിയതോടെ ഇന്ധന ചെലവ് കുറഞ്ഞു, മലിനീകരണം കുറഞ്ഞു, ട്രെയിനുകളുടെ കാര്യക്ഷമതയും വർദ്ധിച്ചു. വന്ദേ ഭാരത്. പുതിയ ഇന്ത്യയുടെ ട്രെയിൻ. ഇന്ത്യയിൽ തന്നെ രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾ റെയിൽവേയുടെ മുഖച്ഛായ തന്നെ മാറ്റി. വേഗത, യാത്രാസുഖം, സുരക്ഷ, ആധുനിക സൗകര്യങ്ങൾ എന്നിവയിൽ രാജ്യത്തെ പുതിയ നിലവാരത്തിലേക്ക് എത്തിച്ച ട്രെയിനുകളാണിവ. ഓട്ടോമാറ്റിക് വാതിലുകൾ, GPS അടിസ്ഥാനമാക്കിയ വിവരാന്വേഷണം, അതുപോലെ തന്നെ മികച്ച സസ്പെൻഷൻ, എയർക്രാഫ്റ്റ് നിലവാരത്തിലുള്ള സീറ്റുകൾ, ദിവ്യാംഗ സൗഹൃദ സൗകര്യങ്ങൾ തുടങ്ങി നിരവധി സവിശേഷതകളാണ് വന്ദേ ഭാരതിനെ വേറിട്ടതാക്കുന്നത്. ബുള്ളറ്റ് ട്രെയിൻ. ഹൈസ്പീഡ് ഇന്ത്യയുടെ തുടക്കം. മുംബൈ അഹമ്മദാബാദ് ഹൈസ്പീഡ് റെയിൽ പദ്ധതി ഇന്ത്യയുടെ ഏറ്റവും വലിയ സാങ്കേതിക അടിസ്ഥാന സൗകര്യ പദ്ധതികളിലൊന്നാണ്. ജാപ്പനീസ് ഷിൻകാൻസൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഏകദേശം 320 കിലോമീറ്റർ സർവീസ് വേഗതയിൽ ട്രെയിൻ ഓടിക്കാനുള്ള പദ്ധതിയാണിത്. ഇത് നമ്മൾ ആദ്യം പറഞ്ഞൊരു വാർത്തയാണ്. പദ്ധതി പൂർത്തിയാകുന്നതോടെ ഇന്ത്യ ഹൈസ്പീഡ് റെയിൽ സാങ്കേതിക വിദ്യ സ്വന്തമാക്കിയ രാജ്യങ്ങളുടെ നിരയിൽ ഇടം പിടിക്കും. ലോകോത്തര റെയിൽവേ സ്റ്റേഷനുകൾ. രാജ്യത്തെ പ്രധാന റെയിൽവേ സ്റ്റേഷനുകൾ വിമാനത്താവളങ്ങൾക്ക് സമാനമായ നിലവാരത്തിലേക്ക് ഉയർത്താനുള്ള വികസന പദ്ധതികൾ നടപ്പിലാക്കി വരികയാണ്. വിശാലമായ കോൺകോഴ്സുകൾ, ഫുഡ് കോർട്ടുകൾ, ഡിജിറ്റൽ വിവര സംവിധാനങ്ങൾ, എസ്കലേറ്ററുകൾ, ലിഫ്റ്റുകൾ, മികച്ച ശുചിത്വം, ഭിന്നശേഷിക്കാർക്ക് സൗഹൃദ സൗകര്യങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുത്തി സ്റ്റേഷനുകൾ നവീകരിക്കപ്പെടുന്നു. കവച്. ഇന്ത്യൻ സുരക്ഷാ സാങ്കേതിക വിദ്യ ഇന്ത്യയിൽ തന്നെ വികസിപ്പിച്ച കവച് ഓട്ടോമാറ്റിക് ട്രെയിൻ പ്രൊട്ടക്ഷൻ സംവിധാനമാണിത്. റെയിൽവേ സുരക്ഷയിലെ പ്രധാന മുന്നേറ്റങ്ങളിലൊന്നെന്ന് വേണം തന്നെ പറയാം. ഒരു ട്രെയിൻ മറ്റൊന്നുമായി കൂട്ടിയിടിക്കാനുള്ള സാധ്യത കണ്ടെത്തിയാൽ ട്രെയിൻ സ്വയം വേഗം കുറയ്ക്കുകയോ നിർത്തുകയോ ചെയ്യാൻ ഈ സംവിധാനം സഹായിക്കുന്നു. സിഗ്നൽ ലംഘനം, മനുഷ്യപ്പിഴവ് എന്നിവ മൂലമുണ്ടാകുന്ന അപകട സാധ്യത കുറയ്ക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ചരക്ക് ഗതാഗതത്തിന്റെ വിപ്ലവം. ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോറുകളുടെ വികസനം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ കരുത്താണ് നൽകുന്നത്. ചരക്ക് ട്രെയിനുകൾക്കായി പ്രത്യേക പാതകൾ ഒരുക്കിയതോടെ യാത്രാ ട്രെയിനുകൾക്ക് കൂടുതൽ സമയം ലഭിക്കുകയും ചരക്ക് ഗതാഗതം വേഗത്തിലാക്കുകയും ചെയ്യുന്നു. വ്യവസായങ്ങൾക്കും തുറമുഖങ്ങൾക്കും ഇതിലൂടെ വലിയ ഗുണമാണ് ലഭിക്കുന്നത്. ഡിജിറ്റൽ റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് മുതൽ പ്ലാറ്റ്ഫോം വിവരങ്ങൾ വരെ റെയിൽവേ സേവനങ്ങൾ കൂടുതൽ ഡിജിറ്റലായിട്ട് മാറിയിട്ടുണ്ട്. ഓൺലൈൻ റിസർവേഷൻ, മൊബൈൽ ടിക്കറ്റിംഗ്, ലൈവ് ട്രെയിൻ ട്രാക്കിംഗ്, ഡിജിറ്റൽ പേയ്മെന്റ്, കാറ്ററിംഗ്, റിയൽ ടൈം യാത്രാ വിവരങ്ങൾ എന്നിവ യാത്രക്കാരുടെ അനുഭവങ്ങൾ കൂടുതൽ എളുപ്പമാക്കി. മേക്ക് ഇൻ ഇന്ത്യക്ക് കരുത്ത്. റെയിൽവേ കോച്ചുകൾ, എഞ്ചിനുകൾ, സിഗ്നലിംഗ് ഉപകരണങ്ങൾ, മെട്രോ കോച്ചുകൾ തുടങ്ങി നിരവധി മേഖലകളിൽ ആഭ്യന്തര ഉൽപാദനത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് ഇതിലൂടെ പുതിയ ഫാക്ടറികളും തൊഴിലവസരങ്ങളും സൃഷ്ടിക്കപ്പെട്ടു. പരിസ്ഥിതി സൗഹാർദ്ദ റെയിൽവേ, സൗരോർജ്ജം, മഴവെള്ള സംഭരണം, ഊർജ്ജ ക്ഷേമ സ്റ്റേഷനുകൾ, പ്ലാസ്റ്റിക്
ഉപയോഗം കുറയ്ക്കൽ, വൈദ്യുതീകരണം തുടങ്ങിയ പദ്ധതികളിലൂടെ കൂടുതൽ ഹരിത റെയിൽവേ സംവിധാനത്തിലേക്കാണ് ഇപ്പോൾ ഇന്ത്യൻ റെയിൽവേ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അമൃത് ഭാരത്, നമോ ഭാരത്, വന്ദേ ഭാരതിന് പുറമെ അമൃത് ഭാരത് ട്രെയിനുകളും നമോ ഭാരത് റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സംവിധാനവും രാജ്യത്തെ അതിവേഗവും ആധുനികവുമായ പൊതുഗതാഗത ശൃംഖല വികസിപ്പിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നു. കഴിഞ്ഞ ഒരു ദശാബ്ദത്തിനിടെ ഇന്ത്യൻ റെയിൽവേയിൽ വേഗത, സുരക്ഷ, സാങ്കേതിക വിദ്യ, അടിസ്ഥാന സൗകര്യ വികസനം, ഡിജിറ്റൽ സേവനങ്ങൾ, പരിസ്ഥിതി സംരക്ഷണം, ആഭ്യന്തര നിർമ്മാണം എന്നീ മേഖലകളിൽ ശ്രദ്ധേയമായ മാറ്റങ്ങൾ സംഭവിച്ചു. വന്ദേ ഭാരത് മുതൽ ബുള്ളറ്റ് ട്രെയിൻ വരെ, കവച് മുതൽ ലോകോത്തര സ്റ്റേഷനുകൾ വരെ നീളുന്ന ഈ പദ്ധതികൾ ഇന്ത്യയുടെ റെയിൽവേയെ കൂടുതൽ ആധുനികവും കാര്യക്ഷമവുമായ ഗതാഗത സംവിധാനമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് മുന്നേറുന്നത്. ഒരു കാലത്ത് ഇന്ത്യൻ റെയിൽവേ എന്നത് വൈകിയെത്തുന്ന ട്രെയിനുകളുടെയും പഴയ അടിസ്ഥാന സൗകര്യങ്ങളുടെയും കഥയായിരുന്നു. എന്നാൽ ഇന്ന് ചിത്രം മാറുകയാണ്. വന്ദേ ഭാരത് ട്രെയിനുകൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളെ അതിവേഗത്തിൽ ബന്ധിപ്പിക്കുമ്പോൾ ലോകോത്തര നിലവാരത്തിലുള്ള സ്റ്റേഷനുകൾ ഉയർന്നു വരുന്നു. കവച് പോലുള്ള സ്വദേശീയ സുരക്ഷാ സംവിധാനങ്ങൾ യാത്രയെ കൂടുതൽ സുരക്ഷിതമാക്കുന്നു. പൂർണ്ണ വൈദ്യുതീകരണം, ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോറുകൾ, ഡിജിറ്റൽ സേവനങ്ങൾ എന്നിവ ഇന്ത്യൻ റെയിൽവേയെ പുതിയ യുഗത്തിലേക്ക് നയിക്കുകയാണ്. ഈ മാറ്റങ്ങളുടെ ഏറ്റവും വലിയ പ്രതീകമാണ് മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി. 2027 സൂററ്റ് ബിലിമോറ സെക്ഷനിലൂടെ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ സർവീസ് ആരംഭിക്കുമ്പോൾ അത് ഒരു പുതിയ ട്രെയിനിന്റെ ഉദ്ഘാടനം എന്നതിലുപരി ഇന്ത്യയുടെ സാങ്കേതിക ശേഷിയുടെയും അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ പുതിയ അധ്യായത്തിന്റെ തുടക്കമായിരിക്കും. മണിക്കൂറിൽ 320 കിലോമീറ്റർ വേഗത്തിൽ കുതിക്കുന്ന ബുള്ളറ്റ് ട്രെയിൻസ് യാത്രാസമയം കുറയ്ക്കുക മാത്രമല്ല, വ്യവസായം, വ്യാപാരം, ടൂറിസം, തൊഴിൽ, നിക്ഷേപം എന്നീ മേഖലകൾക്കും പുതിയ ഊർജം പകരും. ജപ്പാനിൽ നിന്ന് ലഭിക്കുന്ന ഹൈസ്പീഡ് റെയിൽ സാങ്കേതിക വിദ്യയും ഇന്ത്യൻ എഞ്ചിനീയർമാരുടെ വൈദഗ്ധ്യവും ചേർന്ന് രാജ്യത്തിന്റെ ഭാവി ഗതാഗത സംവിധാനത്തിന് ശക്തമായ അടിത്തറ പാകുകയാണ്. റെയിൽവേയുടെ ഈ കുതിപ്പ് ഒറ്റപ്പെട്ട ഒരു പദ്ധതിയല്ല. വന്ദേ ഭാരത്, അമൃത് ഭാരത്, കവച്, സ്റ്റേഷൻ പുനർവികസനം, സമ്പൂർണ്ണ വൈദ്യുതീകരണം, ചരക്ക് ഇടനാഴികൾ, ബുള്ളറ്റ് ട്രെയിൻ ഇവയെല്ലാം ചേർന്ന് ഇന്ത്യയെ അതിവേഗ അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ പുതിയ യുഗത്തിലേക്ക് നയിക്കുന്ന വലിയ ദർശനത്തിന്റെ ഭാഗമാണ്. ഇനി കാത്തിരിപ്പിന്റെ നാളുകളല്ല, കുതിപ്പിന്റെ കാലമാണ്. പാളങ്ങളിലൂടെ ഓടുന്നത് ട്രെയിനുകൾ മാത്രമല്ല, പുതിയ ഇന്ത്യയുടെ വികസന സ്വപ്നങ്ങളും കൂടിയാണ്. 2027 ആദ്യ ബുള്ളറ്റ് ട്രെയിൻ സർവീസ് ആരംഭിക്കുന്ന നിമിഷം ഇന്ത്യൻ റെയിൽവേയുടെ ചരിത്രത്തിൽ മാത്രമല്ല, രാജ്യത്തിന്റെ വികസന ചരിത്രത്തിലും ഒരു നാഴികക്കല്ലായി രേഖപ്പെടുത്തും. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം കൂടുതൽ വാർത്തകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.